കാരണം ഞങ്ങളുടെ ചാനലിൽ കൂടി, നാട്ടുകൂട്ട എന്ന ചാനലിൽ കൂടി ഞങ്ങൾ കേരളത്തിലെ അതോടൊപ്പം എവിടെയുള്ള ഏതൊരു ന്യൂസിനെ സംബന്ധിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ടാണ് തരുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസിലും ആവശ്യത്തിന് വേണ്ട ഇരട്ടി ജോലിക്കാരുണ്ട്. ആൻഡ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇതിൽ പകുതി പേരെങ്കിലും ലീവായിരിക്കും. ഒന്നി പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം, അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പം പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നത് സാധാരണക്കാരാണ്, ഏറ്റവും സാധാരണക്കാരാണ്. അവരുടെ എന്തെങ്കിലും ആവശ്യം, പക്ഷെ അവർ ഭയങ്കര വിനയത്തോടു കൂടി അവിടെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ ഓരോ പഞ്ചായത്തിൽ ചില പഞ്ചായത്തുകളിലൊക്കെ നിയമിച്ചിട്ടുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ആവശ്യം എന്താണ്, എന്തിനാണ് വന്നത്, ഇരിക്കുക അല്ലെങ്കിൽ പോവുക, എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടും. പലപ്പോഴും ഈ പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങളുടെ അടുത്ത പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് നോക്കിയാൽ മതി, ഒഴിഞ്ഞ കസേരകൾ കാണും, ആവശ്യത്തിലധികം ജീവനക്കാരാണ്. അത് ഗവൺമെൻറ് എന്തുമാത്രം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ജോലിയില്ല, അതുകൊണ്ട് പലരും ലീവ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വേറെ പണിക്ക് പോവുക, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് അവർ ഒരു ജോലിയും ചെയ്യാതെ ഉറങ്ങുക. അപ്പം ശ്രദ്ധിക്കുക, കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും നിങ്ങളത് അടുത്ത പഞ്ചായത്ത് ഓഫീസിൽ പോവുക. അവിടെ ഒന്നുകിൽ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുക. അവരെല്ലാം കൂടി ചേർന്ന്, ജനപ്രതിനിധികൾ കൂടി ചേർന്ന് ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ വികസനം താഴേക്കിടയിൽ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഐഡിയാസ് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾ ചെല്ലുക, രണ്ടരട്ടി അധികം ജോലിക്കാരുണ്ട്, പകുതി പേര് അവധിയിലായിരിക്കും. അപ്പം ശരിയല്ല.